ഹല്ലേലൂയ. സ്തോത്രമപ്പ, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താലച്ചി മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താലച്ചി, യേശുവിൻ്റെ രക്തത്താലച്ചി മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. രക്തത്താലച്ചി മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. സ്തുതിക്കുന്നു, സ്തുതിക്ക് യോഗ്യനേ, സ്തുതിക്ക് യോഗ്യനേ, സ്തുതിക്ക് യോഗ്യനേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചന ഘോഷിപ്പാനായി ദൈവമായ കർത്താവ് അടിയൻ ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം നമുക്ക് ലഭ്യമായി നമുക്ക് ദൈവത്തെ സന്തോഷത്തോടു കൂടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. പ്രിയരെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ നാളുകളായി പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ നല്ലൊരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പനിമിഷമായി സംസാരിക്കാൻ പോകുന്നത് തന്നെ വിഷയം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നതാണ്. പ്രിയ ദൈവമക്കളെ, അതിനോടനുബന്ധിച്ച് ഒരു പാട്ടിൻ്റെ പഴയൊരു ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் ரட்சகருமாகிய இயேசு கிறிஸ்துவின் என்கிற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, ஆனபடினால் இந்நாட்களாக கர்த்தருடைய சமூகத்தில் அர்ப்பணித்து இந்நாடுகளாக ஜெபத்தில் நம்ம முன்னேறுவோம். அவருடைய சமூகத்தில் நம்ம அர்ப்பணிப்போம். தேவனாகிய கர்த்தர் தாமே நம் அனைவரையும் ஆசீர்வதிப்பாராக. இன்றைய தினம் ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை பாடி மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവരാജ്യമർമ്മമിത ദൈവരാജ്യമർമ്മമിത നൽവചനമിതേ, നൽനിലമം എൻ ഹൃദയമതിൽ വിളയണമേ. ദൈവരാജ്യമർമ്മമിത നൽവചനമിതേ, നൽനിലമം എൻ ഹൃദയമതിൽ വിളയണമേ. ഇരുട്ടിലിരുന്ന ജനത്തിനേകിയ വെളിച്ചമേ, എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം നൽകണമേ. ഇരുട്ടിലിരുന്ന ജനത്തിനേകിയ വെളിച്ചമേ, എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം നൽകണമേ. ഗലീല കടലിരമ്പം തീരമതിൽ തിരു വചനം കേട്ടിരുന്നു പുരുഷാരം. ഒരുക്കിയ ചെറുപടകതിൽ കയറി നിന്നു യേശു, ജീവന്റെ തേൻമൊഴികൾ പകർന്നു തന്നു. ഒരുക്കിയ ചെറുപടകതിൽ കയറി നിന്നു യേശു, ജീവന്റെ തേൻമൊഴികൾ പകർന്നു തന്നു. ഗലീല കടലിരമ്പും തിരമതിൽ തിരു വചനം കേട്ടിരുന്നു പുരുഷാരം. ഗലീല കടലിരമ്പും തിരമതിൽ തിരു
വചനം കേട്ടിരുന്നു പുരുഷാരം. ഒരുക്കിയൊരു പുതുപടകായി നിന്നിടുന്നു ഞാൻ. ജീവിതമോ എൻ പടകിൽ നീ തുഴയണമേ. ഒരുക്കിയൊരു പുതുപടകായി നിന്നിടുന്നു ഞാൻ. ജീവിതമോ എൻ പടകിൽ നീ തുഴയണമേ. ഈ ദുഃഖസാഗരത്തിൽ നിന്നും കയറുവാൻ എന്റെ തോണിയുടെ അമരത്തിൽ നീ വന്നിടണേ. ഈ ദുഃഖസാഗരത്തിൽ നിന്നും കയറുവാൻ എന്റെ തോണിയുടെ അമരത്തിൽ നീ വന്നിടണേ. എന്നോട് ചേർന്ന് ഈ കടസി ചരണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ കർത്താവ് അമരക്കാരനായി അമരത്ത് തല ചായ്ച്ച് കർത്താവ് ഇറങ്ങുന്നുവെങ്കിൽ അതിൽ പരം സന്തോഷം ഒന്നുമില്ല പ്രിയരെ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും അതിന്റെ അവസാന ചരണം എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുക്കിയൊരു പുതുപടകായി നിന്നിടുന്നു ഞാൻ. ജീവിതമോ എൻ പടകിൽ നീ തുഴയണമേ. ഒരുക്കിയൊരു പുതുപടകായി നിന്നിടുന്നു ഞാൻ. ജീവിതമോ എൻ പടകിൽ നീ തുഴയണമേ. ഈ ദുഃഖസാഗരത്തിൽ നിന്നും കയറുവാൻ എന്റെ തോണിയുടെ അമരത്തിൽ നീ വന്നിടണേ. ഈ ദുഃഖസാഗരത്തിൽ നിന്നും കയറുവാൻ എന്റെ തോണിയുടെ അമരത്തിൽ നീ വന്നിടണേ. ഗലീല കടലിരമ്പും തിരമതിൽ തിരുവചനം കേട്ടിരുന്നു പുരുഷാരം. തിരുവചനം കേട്ടിരുന്നു പുരുഷാരം. ഒരുക്കിയ ചെറുപടകതിൽ കയറി നിന്നു യേശു. ജീവന്റെ തേൻമൊഴികൾ പകർന്നു തന്നു. ഒരുക്കിയ ചെറുപടകതിൽ കയറി നിന്നു യേശു. ജീവന്റെ തേൻമൊഴികൾ പകർന്നു തന്നു. ഗലീല കടലിരമ്പും തീരമതിൽ തിരുവചനം കേട്ടിരുന്നു പുരുഷാരം. ഗലീല കടലിരമ്പും തീരമതിൽ തിരുവചനം കേട്ടിരുന്നു പുരുഷാരം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഈ നല്ല ഈ വൈകിയവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവേ. അപ്പ ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ ഇന്നത്തെ വചനത്തെ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച ഇന്നത്തെ വചനം കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി മാറണം, വെട്ടുതലായി മാറണം, ഒരു അത്ഭുതമായി മാറണം. ദൈവിക സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട്, അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് കേൾക്കുവാനും സംസാരിക്കുവാനുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യും. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കേൾക്കുവാൻ കടന്നു വന്നവർക്കായി സ്തോത്രം, വരുവാനുള്ളവർക്കായി സ്തുതിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചോട്ടെ കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിട്ടാട്ട് സകലവിധമാകുന്ന നന്മകളാലും നിറച്ചാട്ട് കർത്താവെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയ ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊരു വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. ഇതൊരു വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. യേശു കർത്താവ് തന്റെ പൗരോഹിത്യ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ, അതായത് ഗെത്സമനയിലേക്ക് കർത്താവ് കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് തന്റെ മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് യേശു ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. എന്നാൽ ദൈവമക്കളെ, മരണത്തിലൂടെ അവരിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുന്നു എന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ ശിഷ്യന്മാർക്ക് അത് അപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കത് മനസ്സിലായില്ല എന്നതാണ് നാം ചിന്തിക്കേണ്ടുന്നത്. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവേ, കഴിഞ്ഞ ചില വർഷങ്ങളായി നിഴൽ പോലെ ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നവരാ. ഊണിലും ഉറക്കത്തിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെ ഞാൻ സൂക്ഷിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ഇവരെ സൂക്ഷിച്ചു. ഇവർ തകർന്നു പോകേണ്ടതായിരുന്നു, ഇവർ നശിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇവരെ ഞാൻ തകരാൻ അനുവദിച്ചില്ല, ഇവരെ ഞാൻ നശിച്ചു പോകുവാൻ അനുവദിച്ചില്ല. സാത്താൻ ഒരുക്കിയ പല തന്ത്രങ്ങൾ, പല പദ്ധതികൾ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ വിട്ടുകൊടുത്തിരുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, പലപ്പോഴും പല വിധത്തിലാണ് പിശാചാണവൻ പല തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുന്നത്. നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ നശിപ്പിച്ച് കളയുവാൻ, നിന്നെ വിരട്ടി ഓടിക്കുവാൻ പിശാചാണവൻ പല വിധത്തിലുള്ള തന്ത്രങ്ങളെ മെനഞ്ഞുണ്ടാക്കും. കുഞ്ഞെ, നീ തകർന്നു പോകുവാൻ ദൈവം നിന്നെ അനുവദിച്ചതില്ല. എത്രയോ സന്ദർഭങ്ങൾ നിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. കർത്താവ് നിന്നെ സഹായിച്ചത് മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്നെ വിടുവിച്ചത് മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്നെ അത്ഭുതകരമായി വഴി നടത്തിയത് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ, എത്ര പേർ ഉണർന്ന് എന്റെ കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നപ്പ, ഹല്ലേലൂയ. എത്രയോ വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മലപോലെ പ്രശ്നങ്ങളെ ഞാൻ അഭിമുഖീകരിച്ചത് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും കർത്താവിന്റെ മരണത്തിൽ ഏൽപ്പിച്ചില്ല. അവിടെയൊന്നും ഞാൻ തകർന്നു പോകുവാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. എന്നും ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നിൽക്കുവാൻ ഇടയായെങ്കിൽ അത് എന്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചതാ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എന്റെ അപ്പന്റെ കൃപയോ, എന്റെ അപ്പന്റെ കരുണയായത്. ഹല്ലേലൂയ. എത്രയോ പേരെന്നെ അപമാനിച്ചു കളഞ്ഞു, എത്രയോ പേരെന്നെ പരിഹസിച്ചു, നിന്ദിച്ചു, വെറുത്ത് ഒതുക്കിയ സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ഞാൻ തകർന്നു പോകാതെ, ഞാൻ തളർന്നു പോകാതെ എന്നെ കർത്താവ് പിടിച്ചു നിർത്തിയതാ. എന്റെ അപ്പൻ എന്നെ സൂക്ഷിച്ചതാ. ഒന്ന് സ്തുതിച്ചാണ് ദൈവമക്കളെ. ഇരിക്കുന്ന ഇടത്തിൽ എന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ഹല്ലേലൂയപ്പാ. എത്ര പേർക്ക് നന്ദി പറയുവാൻ ഹൃദയത്തോടെ ദൈവമക്കളെ ഒരു എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി കഴിയും? ഹല്ലേലൂയ. ഒരു നിമിഷം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവമക്കളെ, അത് കർത്താവിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിന്റെ കൃപയില്ല എങ്കിൽ എന്റെ പ്രിയരെ നമുക്ക് ഇന്നേക്ക് ഒന്നും പുകഴുവാനായിട്ടില്ല, നമുക്കൊന്നും പറയുവാനായിട്ടില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വിടുവിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല പ്രിയരെ. എത്ര പേർക്ക് ഹല്ലേലൂയ തിരുവചന സത്യങ്ങളെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കുവാനായി കഴിയും. മറ്റൊരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, പ്രിയ ദൈവവൈതനെ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് 14-ാം അധ്യായത്തിന് 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യവും ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അയ്യോ, ഞാൻ തനിച്ചാണ്, എന്റെ ജീവിതത്തിൽ ഇനി ആരും സഹായിക്കുവാൻ ഇല്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവർ, വിങ്ങിപ്പൊട്ടുന്നവർ, വചനത്തിന് മുൻപിലായിരിക്കുന്ന കുഞ്ഞെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ഹല്ലേലൂയ, നീ കവലപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ധൈര്യമായിരിക്കെ. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറി. പ്രൈസ് ദി ലോർഡ്. വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത്
മുങ്ങുമാറായി. അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയരെ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ശിഷ്യന്മാർ നല്ലവരാ കേട്ടോ, നല്ല മനുഷ്യരാ. പ്രൈസ് ദി ലോർഡ്. അവർ ചിന്തിച്ചെന്തായിരിക്കും ഞാൻ എന്റെ ഭാവനയിൽ ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പകലൊക്കെ കർത്താവ് ഒരുപാട് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു വന്നതാ, ക്ഷീണിച്ചതായിരിക്കും എന്നൊക്കെ. കർത്താവ് അല്പനേരം വിശ്രമിക്കട്ടെ എന്ന് ഒക്കെ അവർ ചിന്തിച്ച് കാണുമോ എന്തോ. പ്രിയ ദൈവമക്കളെ, ഇന്നലകളുടെ പരിചയം സമ്പത്ത് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ ചിന്തിച്ചു. പക്ഷേ പ്രതിസന്ധി മാറിയില്ല. കുഞ്ഞെ, നീ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, നിനക്ക് പരിചയം ഇല്ലാഞ്ഞിട്ടല്ല, ഇന്നലകളുടെ പരിചയം കൊണ്ടും ഇന്നിന്റെ പരിശ്രമം കൊണ്ടും നീങ്ങാത്ത പ്രതിസന്ധിയുടെ നെടുവിൽപ്പെടുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായും വിളിച്ചു പറയുന്നത്, എന്റെ പരിചയം കൊണ്ടല്ല, ഇത് എന്റെ പരിശ്രമം കൊണ്ടും അല്ല, ഇതാ യഹോവയാൽ സംഭവിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു. ദൈവജനമേ, ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഇത് എന്റെ ദൈവത്താൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ശക്തമായി നാം ഈ നാളുകളായി ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായി ദൈവസന്നിധിയിൽ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നാം മുന്നേറേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? പ്രതികൂലങ്ങൾ മുൻപിലുണ്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രിയരെ, ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന് ഇവർ ചിന്തിച്ചു, അല്ലെ? എന്താ? കർത്താവ് നല്ലതുപോലെ ഉറങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ഇവർക്ക് തോന്നി കർത്താവ് ഇവരെ വിട്ടിട്ട് നന്നായിട്ട് ഉറങ്ങുകയാണ്, ഇവരുടെ പ്രശ്നങ്ങളൊന്നും കർത്താവ് അറിയുന്നില്ല എന്ന് അവർ ചിന്തിച്ചു. ഇന്നേക്ക് പലരും അങ്ങനെയൊക്കെയാ. ഓളങ്ങളും പ്രതികൂലങ്ങളും പോലെ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ഇന്നേക്ക് പലരും ചിന്തിക്കുന്നത് അങ്ങനെയാ, കർത്താവ് ഇതൊന്നും കാണുന്നില്ല, എന്റെ കർത്താവ് ഇതൊന്നും അറിയുന്നില്ല എന്ന്. പ്രിയ ദൈവ മക്കളെ, ഇവിടെയും ശിഷ്യന്മാർ ചിന്തിച്ചത് ഇങ്ങനെയാ, കർത്താവ് ഈ പ്രതിസന്ധി അറിയുന്നില്ല എന്ന് വിചാരിച്ച അവർ കർത്താവിനോട് ചോദിക്കുന്നത്, ഈ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിച്ചിട്ടും നീ സുഖനിദ്രയിലാണല്ലോ കർത്താവേ, നീ ഉറങ്ങുകയാണല്ലോ കർത്താവേ എന്നാണ് അവർ ചിന്തിച്ചത്. ഇങ്ങനെ ഹല്ലേലൂയ. ദൈവമക്കളെ, ഞങ്ങൾക്ക് അപ്പോൾ അവർ പറയാ, ഞങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലായി. എന്താണെന്നറിയാമോ? ഞങ്ങളെ കുറിച്ച് ദൈവത്തിന് എന്തില്ല? വിചാരമില്ല. ഞങ്ങളെ കുറിച്ച് ദൈവത്തിന് വിചാരമില്ല. അതുകൊണ്ടാ കർത്താവ് ഉറങ്ങുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. ചില നേരങ്ങളിൽ മനസ്സ് തകർന്നു, ഹൃദയം നൊന്തും കണ്ണുനീരും ഒക്കെ, അതായത് കണ്ണ് നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ചോദിച്ചിട്ടില്ലേ, കുഞ്ഞെ, കർത്താവേ, ഇത്രയും കരഞ്ഞിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവാസം എടുത്തിട്ടും എനിക്ക് മറുപടി ഇല്ലല്ലോ അപ്പ. എന്താപ്പാ എന്നോട് സംസാരിക്കാത്തത്? എന്താപ്പാ എന്റെ പ്രശ്നത്തിൽ എനിക്ക് മറുപടി ഇല്ലാതെ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവിന്റെ സന്നിധിയിൽ തുരുപിറുക്കുന്നതായതൊക്കെ ആരും കേൾക്കാതെ ദൈവത്തോട് ചോദിക്കുന്നത്, എന്താപ്പാ ഇത്? എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ വിഷയത്തിന് മറുപടി ഇല്ലല്ലോ അപ്പ, എന്താണപ്പ ഇങ്ങനെ എന്ന് ചോദിക്കാറില്ലേ? പ്രിയ ദൈവ പൈതലേ, ദൈവമേ അങ്ങനെ കൈവിട്ടോ അല്ലേ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? ദൈവം പോലും എന്നെ മറന്നു എന്നൊക്കെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ദൈവം പോലും എന്നെ മറന്നു എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഉലഞ്ഞു പോയിട്ടില്ലേ? ആടിപ്പോയിട്ടില്ലേ? എന്നാൽ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടില്ലേ? പ്രിയരെ, പലപ്പോഴും ചത്തുപോയാൽ, മരിച്ചു പോയാൽ മതിയായത്, ജീവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒടുക്കിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? തലയ്ക്ക് മേലെ കടബാധ്യത പലരും പറയാറില്ലേ? ഭയങ്കര കടമ, എങ്ങോട്ടിറങ്ങിയാലും കടമ. ഇത് കാരണം എന്നാൽ വയ്യ, എനിക്ക് തല ഉയർന്ന അല്ലെങ്കിൽ തല നിവർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഓർത്ത് ബാധപ്പെടുന്നവരെ ഹല്ലേലൂയ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ലേ?
ഈ കടങ്കാരുടെ തൊല്ല താങ്ങാൻ വയ്യാത്തതുകൊണ്ട് അങ്ങ് മരിച്ച് ജീവനെ അങ്ങ് ഒടുക്കിയാലോ എന്ന് ചിന്തിച്ചിട്ടില്ലേ? അപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. എന്താണെന്നറിയാമോ? അങ്ങനെ ജീവനെ ഒടുക്കിയാൽ നരകത്തിലേക്ക് പോകും. ഇതും നമുക്കറിയാം അല്ലെ, നരകത്തിലേക്ക് പോകും എന്നത് അറിയാവുന്നത് കൊണ്ട് ജീവനെ ഒടുക്കുന്നില്ല എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് ഇതെല്ലാം അറിയാം. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളും നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാമെന്നേ. നമ്മുടെ കർത്താവിന് അറിയാൻ പറ്റ കാര്യം വല്ലതും ഉണ്ടോ? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇങ്ങനെ ഒരു വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം തന്നതിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയരെ, ഇവിടെ നമ്മുടെ കർത്താവ് അമരത്ത് തല വെച്ചുറങ്ങി. എവിടെയാ? അമരത്ത് തല വെച്ച് ഉറങ്ങി എന്നതിനാ കർത്താവിനെ ഉണർത്തിയില്ല എന്നതോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയല്ല. എന്നാൽ പ്രിയ ദൈവ പൈതലെ, ഈ കാറ്റടിക്കുന്നത് ഒക്കെ കർത്താവിന് അറിയത്തില്ലയോ? ഈ ഭയങ്കരമായി കൊന്തളിപ്പുണ്ടാകുന്നത് കർത്താവ് കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പടക് മുങ്ങിപ്പോവാൻ പോകുന്നത് കർത്താവ് അറിയുന്നില്ലയോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, തിരുവചനം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല എന്ന ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്നു, വ്യക്തതയോടുകൂടി വിളിച്ചു പറയുന്നു. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയരെ, ഇവർ കഷ്ടപ്പെടുന്നതിന് മുൻപ് യേശു ആ പ്രശ്നം പരിഹരിച്ചിരുന്നു എങ്കിൽ, ശ്രദ്ധിക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവര് കർത്താവിനെ വിളിക്കുന്നതിന് മുൻപ് കർത്താവ് ഇത് അറിഞ്ഞ വിഷയമല്ലേ? ആണ്. അപ്പോ ഇവരൊക്കെ അല്ലെങ്കിൽ കർത്താവിനെ വിളിക്കുക, നാഥാ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ കർത്താവേ എന്ന് ചോദിക്കുന്നതിന് മുൻപേ കർത്താവ് ഈ വിഷയത്തെ പരിഹരിച്ചു എന്നിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, എന്നാൽ ഈ സ്തുതിയും ആർപ്പാടവും കയ്യടിയും ശബ്ദമൊക്കെ ഉണ്ടായിരുന്നേനോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ യേശു എന്നെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു രക്ഷകനാ. ഇരിക്കുന്ന ദൈവജനം പരസ്പര കരങ്ങളെ കൊടുത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഉറക്കെ പറഞ്ഞാട്ടെ, എന്നെ കുറിച്ച് അറിയാവുന്ന, എന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരുന്ന, എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു രക്ഷകനായി എനിക്കുള്ളത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യേശു കർത്താവ് എവിടെയാ ഇരുന്നത്? അമരത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, കർത്താവ് ഇരുന്നത് അമരത്ത് തലവെച്ച്, അല്ലെങ്കിൽ കർത്താവ് ഉറങ്ങിയെന്ന് പറയുന്നത് അതെ അമരത്ത്. ഹല്ലേലൂയ. അമരത്ത് തലവെച്ച് ഉറങ്ങി എന്നാണ്. അമരം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കപ്പലിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് അമരം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് എവിടെയാ ഉറങ്ങിയത്? അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ്. ആ പ്രധാനപ്പെട്ട സ്ഥലത്താണ് കർത്താവ് ഉറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ കപ്പലിൽ ഒരു കൊന്തളിപ്പോ, ഈ കപ്പൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടായാലും ഒന്നും നിന്നെ അല്പം പോലും മുറിവേൽപ്പിക്കുവാൻ എന്റെ കർത്താവ് വിടുകയില്ല. നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ലെന്നേ. കാരണം എന്താ? അല്ലെങ്കിൽ കപ്പലിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് എന്റെ കർത്താവ് ഉറങ്ങുന്നതാണ്. ഹല്ലേലൂയ. നിനക്ക് വരുന്ന സർവ്വ പ്രതികൂലത്തെയും എന്റെ കർത്താവ് അറിയുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വരുന്ന സകലവിധമാകുന്ന പ്രശ്നങ്ങളെയും അറിയുന്നവനായി എന്റെ സർവ്വശക്തൻ. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ എന്റെ കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജനത്തെ അവർക്കൊന്നും പറ്റാതെ, അല്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാതെ കർത്താവിനറിയാം അവരെ സംരക്ഷിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കപ്പൽ അവിടെ ഇങ്ങനെയാണ്, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റ് ശക്തമാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റ് ശക്തമായി അടിച്ചാലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച, തനിക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് ഈ കപ്പലിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദൈവ പൈതലെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരിക്കൽ 276 പേരോട് കൂടെ ഒരു കപ്പൽ യാത്ര ചെയ്തു, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഇവിടെയും കാറ്റ് വീശി അടിച്ചു, തിര തള്ളി കയറി, പടക് തകർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു.
അവിടെ പറയുന്നത് ഇരുകടൽ കൂടിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തിരയുടെ കേമത്താൽ അമരം തകർന്നു പോയി. ഇവിടെ സംഭവിച്ചത് അമരം തകർന്നു പോയി. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ സഹോദരങ്ങളെ, കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അമരം എന്ന് പറയുന്നത്. അവിടെ അമരം തകർന്നു പോയാൽ പിന്നെ ആ കപ്പലിന് നിലനിൽപ്പില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുകടൽ കൂടിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പൽ ഉടഞ്ഞു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അമരം തകർന്നാൽ കപ്പലിന് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, യേശു തലവെച്ചുറങ്ങിയത് അമരത്താണ്. ഹല്ലേലൂയ. യേശു തലവെച്ചുറങ്ങിയിരുന്നത് അതേ പ്രിയരെ അമരത്തായിരുന്നു. ഇവർ ചോദിച്ചല്ലോ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിതാ, എന്റെ കർത്താവിന് വിചാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹല്ലേലൂയ. എന്താ അതിന്റെ തെളിവ്? എന്റെ പ്രിയരെ, എത്ര നേരമായി ഈ കാറ്റടിക്കുവാൻ തുടങ്ങിയിട്ട്, എത്ര നേരമായി ഈ കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുവാൻ തുടങ്ങിയിട്ട്, എത്ര നേരമായി അവരങ്ങനെ വെമ്പൽ കൊള്ളുകയായിരുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര നേരമായി തിര തള്ളി കയറിയതാ. നമുക്കറിയാം ശിഷ്യന്മാരെ, ഈ കാറ്റ് നിങ്ങൾക്ക് യാദൃശ്ചികമാണ്, പ്രതിസന്ധി നിങ്ങൾക്ക് അപ്രതീക്ഷിതമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതിനെ തകർത്ത് കളയുവാൻ ദുഷ്ടശക്തി മുഴുവൻ ആയുധവർഗവും പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു പോറല് പോലും നിനക്ക് വരാതെ നിന്നെ ആ പ്രതിസന്ധിയുടെ നടുക്കടലിൽ അതായത് മുങ്ങിപ്പോകുവാൻ ഇടയാക്കാതെ ഹല്ലേലൂയ കർത്താവ് നിന്നെ താങ്ങിയില്ലേ? വിശ്വസ്തനായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ അധൈര്യപ്പെട്ടു പോയി. പലപ്പോഴും ഇങ്ങനെയൊക്കെയാ. യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിട്ട്, കർത്താവിന്റെ പ്രസൻസ് നമ്മൾ അനുഭവിക്കുന്നവരാ. പക്ഷേ യേശുവേ, നീ ഇത് കാണുന്നില്ലേ, അങ്ങിത് അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നവരാ നമ്മളിൽ പലരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു നല്ല തീരുമാനം എടുക്കണം. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസ മേഖല കടന്നു പോയാലും, ഹല്ലേലൂയ, ഏത് വിഷയത്തിന് നടുവിൽ ഞാൻ ആയിരുന്നാലും എന്റെ കർത്താവിനോട് ഞാൻ പെറുപിറുക്കയില്ല, കർത്താവിനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കയില്ല. അപ്പാ, അങ്ങനെ കാണുന്നില്ലേ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. പ്രശ്നങ്ങളെ കണ്ട് അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത് സഹോദരി. ഹല്ലേലൂയ. സഹോദരനെ, പ്രശ്നങ്ങൾ വരുമ്പോൾ അധൈര്യപ്പെട്ട് പോകരുത്. മാറിയിരുന്ന് നിലവിളിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ കരയണം. ഹല്ലേലൂയ. കർത്താവിനോട് നിലവിളിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കുമ്പോൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മറിച്ച്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുവാൻ ഇടവരരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കർത്താവ് അറിയുന്നു. പ്രിയരെ, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ കൈവിടുന്ന കർത്താവല്ല, നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന കർത്താവല്ല. മകനെ, മകളെ, നിനക്ക് എന്താണ് വിഷയമെന്ന് നമ്മളോട് ആരാഞ്ഞറിഞ്ഞ് നമ്മളെ ചോദിച്ച് നമ്മുടെ ആ വിഷയത്തിൽ നിന്ന് നമ്മൾ വിടുതലയാക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടുക്കടലിൽ തള്ളിയിട്ടിട്ട് പോകുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല മറിച്ച്, ഇവരെന്നോട് ചോദിച്ചു ഞങ്ങൾ നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ ചോദിച്ചവരാ. അതുകൊണ്ട് ഇവരെ നമുക്കങ്ങ് തള്ളിവിടാമെന്ന് കർത്താവ് വിചാരിക്കുന്ന ദൈവമല്ല, ഒരിക്കലും ഇല്ല. പ്രിയരെ, നിന്റെ ഏത് കഷ്ടത്തിലും കർത്താവ് കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും ദാനിയേലിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവർക്ക് 3 പേർക്ക് ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തിലല്ലാതെ ഞങ്ങൾ മറ്റൊരു ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയില്ല എന്ന്.
ഇതാണ് പ്രിയരെ ഏറിയ വിശ്വാസവും നിശ്ചയവും പ്രത്യാശയും എന്ന് പറയുന്നത്. ഇന്ന് വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം ഹല്ലേലൂയ എപ്രകാരമുള്ളതാണ്? ചെറിയ ചെറിയ വിഷയങ്ങളെ കണ്ടിട്ട് നമ്മൾ ഓടിപ്പോകുന്നവരായിട്ടല്ല, മറിച്ച് നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലത്. ഹല്ലേലൂയ. ചില ഇടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില ഇടങ്ങളിൽ സൈലന്റ് ആയിരുന്നു. എന്റെ കർത്താവേ, അങ്ങന്റെ വിഷയത്തിൽ ഇറങ്ങി വരണമേ എന്ന ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവമേ, ഹല്ലേലൂയ, മോശയോട് കൂടെ ഇരുന്ന ദൈവമേ, ഏലിയാവിനോട് കൂടെ ഇരുന്ന ദൈവമേ, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, ഭക്തന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. എന്റെ കർത്താവ് ഇറങ്ങി വരുന്ന ദൈവമാണ്. Praise to Jesus. Thank you, Holy Spirit. Hallelujah. ആകയാൽ പ്രിയരെ, നടുക്കടലിൽ തന്നെ നമ്മൾ മുങ്ങിപ്പോകട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന കർത്താവല്ല നമ്മുടെ ദൈവം. Praise the Lord. നമ്മുടെ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാ, വാക്കും മാറാത്ത ദൈവമാ. ഇരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാക്കും മാറാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. Praise the Lord. Hallelujah. ആകയാൽ പ്രിയ ദൈവ പൈതലെ, കാറ്റോ മഴയോ എന്ത് തന്നെ വന്നിരുന്നാലും കർത്താവ് നമ്മളെ സംരക്ഷിക്കും, കർത്താവ് നമ്മളെ സൂക്ഷിക്കും. യേശു പറയുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു, ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു എന്നാണ്. Praise the Lord. കർത്താവ് പറയുന്നു, ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രിയ ദൈവങ്ങളെ, പലപ്പോഴും ഞാൻ നിങ്ങളുടെ ആരംഭത്തിലേ പറഞ്ഞു, പിശാചാണ് പല വിധത്തിലാണ് വലവിരിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിൽ ഒരു ദൈവ പൈതലിനെ അവന്റെ വഴിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുവാൻ, അവൻ ദൈവഭാഗത്തുനിന്ന് അവൻ വ്യതിചലിച്ചു പോകാൻ വേണ്ടി പിശാചാണവൻ പല തന്ത്രങ്ങളെ മെനഞ്ഞുണ്ടാക്കും. നമുക്കറിയാം പത്രോസിന്റെ അരികിൽ, അതായത് ശീമോനെ, ഇങ്ങനെ വചനം പറയുന്നു, യേശു പറയുന്നത്, ഞാൻ അവരെ സൂക്ഷിച്ചു. എന്നാൽ അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയാ ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞതാ, അതായത് ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അനുവദിച്ചില്ല. നോക്കണം ദൈവമക്കളെ, സാത്താൻ പിശാചാണവൻ കർത്താവിനോട് ചോദിക്കാം, ശീമോൻ പത്രോസിനെ ഒന്ന് പാറ്റണം, ഒന്ന് ടെസ്റ്റ് ചെയ്യണം, പരിശോധന കഴിക്കണം. അതുകൊണ്ട് ശീമോനെ വിട്ടുതരാൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചില്ല. Praise the Lord. കർത്താവ് അനുവദിച്ചില്ല. പ്രിയ ദൈവ പൈതലെ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവമക്കളെ, എന്നോട് ചേർന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഹേ ദുഷ്ട പിശാചേ, നിന്റെ അധികാരം എത്ര പ്രബലമായിരുന്നാലും തമ്പുരാൻ, ഹല്ലേലൂയ, തമ്പുരാന്റെ അനുവാദമില്ലാതെ എന്നെ എത്തി നോക്കാൻ പോലും നിനക്ക് സാധിക്കത്തില്ല. നീ തന്നെ അപമാനപ്പെട്ട് കുറുകിപ്പോകും എന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ ദൈവജനമേ. നമുക്കറിയാം ഇയ്യോബിനെ ഒന്ന് പരിശോധന കഴിക്കാനായിട്ട് ദൈവത്തോട് ചോദിച്ചതാ സാത്താൻ, ഇയ്യോബിനെ ഒന്ന് വിട്ടുതരാമോ എന്ന്. എന്നാൽ ഹല്ലേലൂയ, ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത്, എന്റെ ദാസനായ ഇയ്യോബ്, ഭക്തനായ ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. ഇത്രമാത്രം ക്വാളിറ്റീസ് ഉള്ള ഭക്തനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പിശാച് ചോദിക്കുക. എന്നാൽ ദൈവം പറഞ്ഞെന്താണെന്നറിയാമോ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോണം, പക്ഷേ ഇയ്യോബിന്റെ ജീവനെ നീ തൊടാൻ നിനക്ക് അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവനെ തൊടുവാൻ നിനക്ക് അനുവാദം ഇല്ല, നിന്നെ ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നമുക്കറിയാം നാം പലപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ നാം അധൈര്യപ്പെട്ടു പോയി നിൽക്കാറുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ശോധനകളാണ്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ ശോധനകളാണ്. ഇതിനൊക്കെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിനെ പരിശോധന, കർത്താവ് 40 ഉപവാസം കഴിഞ്ഞ് വന്നപ്പോൾ കർത്താവിനെ ഒന്ന് പരിശോധിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ പോയി നിന്ന സാത്താനാ. ഹല്ലേലൂയ. അപ്പടിപ്പെട്ട അങ്ങനെയുള്ള ആ സാത്താൻ നമ്മളെയും
നമ്മുടെ പുറകിലും വരും. അതുകൊണ്ട് നാം ഈ നാളുകളായി ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന വലയത്തിനകത്താണോ നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് നമ്മെ തന്നെ ശോധന കഴിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം യാക്കോബിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. യാക്കോബ് തന്റെ അമ്മാവനായിരിക്കുന്ന ലാബാന്റെ ഭവനത്തിൽ പാർത്ത ആ ഒരു വലിയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, നീണ്ട 20 വർഷം ഏശാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഏശാവ് പറഞ്ഞത്, ഞാൻ നിന്നെ കൊല്ലും, ഞാൻ നിന്നെ കൊല്ലും, യാക്കോബിനെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, 20 വർഷക്കാലം തന്നെ യാക്കോബിനെ വിളിപ്പിക്കുവാനായിട്ട് ആരും ശ്രമിച്ചിരുന്നില്ല, ആരും വന്നില്ല. എന്നാൽ ദൈവം യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാക്കോബേ, നീ മടങ്ങിപ്പോ. ഹല്ലേലൂയ. പിതൃഭവനത്തിലേക്ക് നീ മടങ്ങിപ്പോ. 20 വർഷം കഴിഞ്ഞ ഹല്ലേലൂയ പറയുക, നീ മടങ്ങിപ്പോ. 20 വർഷം പരിഹരിക്കപ്പെടാത്ത വലിയ പ്രതിസന്ധി ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലെ, നീണ്ട നാളായി ആരോട് പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ശോധനകളും കഷ്ടങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് നീ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയെ ദൈവം ഇന്ന് പരിഹരിക്കാൻ പോവുകയാണ്. ഏത് പ്രയാസ മേഖലയായിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും, മറ്റാരോട് പറയുവാൻ കഴിയാതെ വേദനയുടെ മധ്യത്തിൽ കണ്ണുനീരോടെ കഴിഞ്ഞ എത്രയോ നാളുകളുണ്ട്. കുഞ്ഞേ, മതി. ഇന്ന് അല്ലെങ്കിൽ കർത്താവ് അതിനൊരു മറുപടി തരാൻ പോവുകയാണ്. കർത്താവ് നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചാട്ട് ദൈവ പൈതലെ, ശക്തമായി ആരാരോ ഒക്കെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിട്ടുമടക്കുവാൻ, ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, നിശ്ചയമായി നിന്റെ വിഷയത്തിന് വിട്ടുതല തരാൻ പോകുക. ഇവിടെ 20 വർഷം നീണ്ടു കിടന്ന അല്ലെങ്കിൽ നീണ്ടു നിന്ന പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് യാക്കോബ് ഇവിടെ ഫേസ് ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, യഹോവയായ ദൈവം യാക്കോബിനോട് പറയുന്നു, യാക്കോബേ, പോ, നിന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോ. ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നീ മടങ്ങിപ്പോ. യേശാവിന്റെ മുൻപിൽ എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു വലിയ വേദന യാക്കോബിനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഇതുവരെയിലും പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധിയെ താൻ നേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കണം ദൈവമക്കളെ, 3 ദിവസം കഴിഞ്ഞ ലാബാൻ അറിയുന്നു യാക്കോബ് തന്നെ കബളിപ്പിച്ച് മുങ്ങിയെന്ന്, അല്ലെങ്കിൽ അവിടെ വിട്ട് കടന്നുപോയി എന്ന് താൻ അറിയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ ദൈവമക്കളെ, എന്നാൽ ഇവിടെ പറയുന്ന ഏശാവ് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു. യാക്കോബ് വരുന്നു എന്നറിഞ്ഞു. താൻ അവിടെ നിന്ന് ഗിലെയാദിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഗിലെയാദിൽ എത്തി തന്റെ സഹോദരനെ വരവേൽക്കുവാൻ വേണ്ടി. ദൈവമക്കളെ, ഞാൻ ആ ഒരു സ്റ്റോറി അവിടെ നിർത്തുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഏത് പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾ ഭയപ്പെടുന്നു, ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാവും, നിന്റെ വിഷയം പരിഹരിക്കപ്പെടും. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താണ് ദൈവജനമേ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാ, ലാബാൻ തന്നെ പിന്തുടരുക ചെയ്തത് യാക്കോബിനെ. എന്നാൽ ഹല്ലേലൂയ, അന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവ പൈതലേ, എന്റെ ദൈവം ലാബാനോട് സംസാരിച്ച ഒരു രാത്രിയാത്. എന്താ സംസാരിച്ചെന്നറിയാമോ? യാക്കോബ് എന്റെ ദാസനാ. എന്താ പറഞ്ഞ യഹോവയായ ദൈവം ആ ലാബാനോട് പറയുക, യാക്കോബ് എന്റെ ദാസനാ, അവനോട് ഗുണമോ ദോഷമോ ചെയ്തു പോകരുത്, അവന്റെ പുറകെ നീ പോകുവാൻ ഇടയാകരുത്, നീ അവിടെ ഫോളോ ചെയ്യരുത് എന്ന് ഹല്ലേലൂയ യഹോവയായ ദൈവം പറയുന്നു. ഹല്ലേലൂയ. അറിയാതെ തന്നെ ആ വലിയ പ്രതിസന്ധിയെ ദൈവം ഒഴിവാക്കി. ദൈവ പൈതലെ, ഹല്ലേലൂയ. വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരുമ്പോൾ, പ്രിയ ദൈവ മക്കളെ, പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ കൈക്കൊള്ളണമേ. പ്രിയരെ, നമുക്കറിയാം, ഏദനിൽ വളരെ തന്ത്രപൂർവമായി സാത്താൻ ഹവ്വയോട് ഇടപെട്ടത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് ആ ചരിത്രം അറിയാം. ഈ തോട്ടത്തിന്റെ നടുവിൽ ഫലം വാസ്തവമായി
അതായത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഫലം, വൃക്ഷത്തിന്റെ ഫലം വാസ്തവമായി ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സാത്താൻ ഹവ്വയോട് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഹവ്വയുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളം അല്ലെങ്കിൽ ഹൃദയത്തിന് ആഴം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനായിട്ടൊരു ചോദ്യവുമായി നിൽക്കുക. നടുവിലുള്ള നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥമായിട്ടും ഹവ്വ ദൈവം പറഞ്ഞത് പറഞ്ഞു. പിശാച് പറഞ്ഞെന്തിനാണെന്നല്ല മറുപടി പറഞ്ഞു കേൾക്കണം. അതിൽ പിശാച് പറയുന്നു, എന്തിനാ തിന്നരുതെന്ന് പറഞ്ഞെന്നറിയാമോ? തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെയാകും. തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് ദൈവത്തിന് താല്പര്യമില്ല. പിന്നെ ദൈവത്തിന് ഭയങ്കര കുശുമ്പ് പിടിച്ച ദൈവമല്ലേ? ദൈവത്തിന് അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാ ദൈവം നിങ്ങളോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. ദൈവം അങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തെ പോലെ ആകാൻ ദൈവത്തിന് മനസ്സില്ല. നോക്കണം ദൈവമക്കളെ, അങ്ങനെയാണോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? നിങ്ങളത് ആലോചിച്ച് നോക്കി പ്രിയരെ. സ്വർഗത്തെക്കാൾ ഉന്നതൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തിന്റെയും സൃഷ്ടാവ്, തേജസ്സിന്റെ കർത്താവ്, തന്റെ മഹത്വം ബഹുമാനവും സകലവും വെടിഞ്ഞ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു കർത്താവിനെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിട്ടുവെച്ചു. കുഞ്ഞെ, സഹോദര, സഹോദരി, നാം രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നാം രക്ഷയുടെ മാർഗത്തിലേക്ക് വരാൻ കഴിഞ്ഞത് കർത്താവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാ. പ്രിയ ദൈവമക്കളെ, എന്റെ മക്കൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പുനരുത്ഥാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കൽ എന്റെ കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ, ഹല്ലേലൂയ. ദൈവ പൈതലേ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലേ, ലഭിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ് തേജസ് അഥവാ മഹത്വമാണ്. എത്ര പേർക്ക് ഈ മഹത്വം ആവശ്യമുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? അന്ത്യകാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദിനങ്ങൾ മുൻപിലുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയരെ. കർത്താവിന്റെ തിരുവചനം പറയുന്നു, ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ എവിടെയായി ഉണ്ടാകും, യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഈ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നു. ആകയാൽ ദൈവ പൈതലേ, ആമേൻ, കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് മറുചോദ്യം ചോദിക്കാതെ കർത്താവിനെ സംരക്ഷിക്കും. എന്റെ അപ്പൻ എന്നെ കാത്ത് സൂക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ അപ്പൻ എന്റെ ശരീരത്തെ ഒരു പോറല് പോലും ഏൽപ്പിക്കുവാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പിശാചിന് വിട്ടുകൊടുക്കയില്ല എന്ന് തന്നെ എന്റെ പ്രിയരെ ഇന്ന് ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ഒന്ന് ഉറച്ചു വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, യെശയ്യാവ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാ. എന്താ പറയുന്നറിയാമോ? കണ്ടാൽ ആളറിയാത്ത രൂപം, തലയിൽ ഒരു മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, പുറം ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, ഭാരമേറിയ മരക്കുരിശ് ചുമലിലേന്തി യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ പച്ചമര കുരിശുമേന്തി ഗോൽഗോഥയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ക്രൂശിൽ ത്യാഗങ്ങൾ സഹിച്ച് ജീവനെ വിട്ടത് നമ്മെ ഹല്ലേലൂയ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. എത്ര പേർക്ക് ദൈവസന്നിധികൾ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദൈവ പൈതലേ നമുക്ക് വേണ്ടി കാൽവരിയിൽ എത്രമാത്രം അടികൾ, ആ കാൽവരിയിലെ ഗോൽഗോഥയിലേക്ക് നടന്നു പോകുമ്പോൾ ഏറ്റുവാങ്ങിയ അടികൾ, അത് ഒന്നൊന്നും നമുക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശരീരം ചിന്തപ്പെട്ടത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുഖത്ത് തുപ്പലുകൾ ഏറ്റുവാങ്ങിയത് നമുക്ക് വേണ്ടിയായിരുന്നു. കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് പ്രിയ ദൈവ പൈതലേ അത് നമുക്ക് വേണ്ടിയായിരുന്നു. എത്ര പേർ
ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കുവാൻ കഴിയും. അപ്പന്റെ മുഖത്തേക്ക് നോക്കി, അപ്പന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പാ, ഞങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു അപ്പൻ ഇത്ര വലിയ ത്യാഗത്തെ സഹിച്ചതെന്ന് എത്ര പേർക്ക് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യെരൂശലേമിലെ തെരുവീതിയിലൂടെ പച്ചമര കുരിശുമേന്തി കർത്താവ് വേച്ച് വീഴുന്ന അവസ്ഥയിലൊക്കെയും ഇരുമ്പ് കുണ്ടുകൾ കടിപ്പിച്ച ചാട്ടവാറ് കൊണ്ട് പ്രിയരെ കർത്താവിനെ അടിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഓരോ അടികളും ഏറ്റുവാങ്ങുമ്പോഴും അത് നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മളെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വചനം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റെടുക്കുവാൻ കഴിയും? നമുക്കൊരു പാട്ടിന്റെ ഒരു ലൈൻ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൂന്നാണിമേ പുമേനിയാത തൂങ്ങിടും അയ്യോ, മൂന്നാണിമേ പുമേനിയാത തൂങ്ങിടും അയ്യോ, മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നിതാ, മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നിതാ, ഇറ്റിറ്റു വീണിടും നീണം പാപശാന്തിക്കാ, ഇറ്റിറ്റു വീണിടും നീണം പാപശാന്തിക്കാ, ഉറ്റിത്തൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ, ഉറ്റിത്തൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ, ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാ, ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാ, വേദനയേറ്റൻ യേശുനാഥൻ യാഗമായിതോ, വേദനയേറ്റൻ യേശുനാഥൻ യാഗമായിതോ, കാൽവറി മലാമുകളിൽ കാൺമതൻ ദഹോ, ദേവകുമാരൻ എന്റെ പേർക്കായി തൂങ്ങിടും നിതാ, ദേവകുമാരൻ എന്റെ പേർക്കായി തൂങ്ങിടും നിതാ, കാൽവറി മലാമുകളിൽ കാൺമതൻ ദഹോ, ദേവകുമാരൻ എന്റെ പേർക്കായി തൂങ്ങിടും നിതാ, ദേവകുമാരൻ എന്റെ പേർക്കായി തൂങ്ങിടും നിതാ. പ്രിയ ദൈവ പൈതലേ, ഈ യുഗത്തിന്റെ തിരശ്ശീല വീഴാൻ സമയമായിരിക്കുന്നു. ഒരു പക്ഷേ നാളേക്ക് ഈ വചനം കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോയി എന്ന് വരാം. കാരണം മണവാളൻ ഏത് സമയവും വാതിലിൽ മുട്ടും. മണവാളന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഇരിക്കുന്ന ഇടത്തൊന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. നാമും അവനോട് കൂടെ യുഗായുഗങ്ങൾ വാഴും. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ, ഇതാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം എന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കണം ദൈവ പൈതലെ. ഏത് നിമിഷവും പ്രത്യാശയുടെ വാക്കുകൾ മാത്രം പറയണം. ഏത് നിമിഷവും പ്രത്യാശയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിക്ക ചെയ്യുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം.
സ്വർഗം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രിയരെല്ലാവരും ഇരിക്കുന്ന ഇടത്തെ കണ്ണുകളെ അടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസ മേഖലകൾ, ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, രോഗങ്ങൾ, ദുഃഖങ്ങൾ കടന്നു വന്നപ്പോഴും ഞങ്ങളെ നശിക്കുവാൻ അനുവദിക്കാതെ, ഞങ്ങളെ തകർത്ത് കളയുവാൻ അനുവദിക്കാതെ, കർത്താവ് പിശാചാണവൻ കൊണ്ടുവന്ന സകല തന്ത്രങ്ങളെയും കർത്താവ് അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് ഈ നാളുകളായി ജീവിതത്തിൽ ഞങ്ങൾ കർത്താവെ ജീവനുള്ള ദേഹികളായി നിൽപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ വചനത്തെ വാഴ്ത്തി തന്നതിനായി സ്തുതിക്കുന്നു പിതാവേ. കർത്താവെ, വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. അടിയനെയും കർത്താവ് ബലപ്പെടുത്തിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്ത് സത്യത്തിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു. കാരണം രാവിലെ ഒരു വലിയ ചെറിയൊരു പ്രതിസന്ധി എന്നെ നേരിട്ടിരുന്നു. എനിക്കിന്ന് പകൽ ഡ്യൂട്ടി നോക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു രാവിലെ സമയം. എന്നാൽ അതിനെ മാറ്റി തന്ന് കർത്താവ്, ഞാൻ അപ്പോൾ വിചാരിച്ചു എന്നാൽ വൈകിട്ടാകാം 9 മണിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവ് യാതൊരു കുഴപ്പവും അവിടെ വരുത്തിയില്ല. നമുക്കെന്നൊക്കെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ വചനം സംസാരിക്കുവാൻ നല്ല ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമത്തിലായിരുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ പേജിന്റെ, എൻ്റെ ഗ്രൂപ്പുകളുടെയും ഒക്കെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ വിലപ്പെട്ട അഡ്മിന്മാർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു, എൻ്റെ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്മോൾ ഈറോഡ് എന്ന 2 അക്കൗണ്ട്, 2 ID സജീവമാണ്. അതിൽ തമിഴിലും മലയാളത്തിലും നിങ്ങൾക്ക് മെസ്സേജുകൾ നൽകപ്പെടുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസപ്രദമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഗുഡ് ന്യൂസ് കൂടെ പറയാം. എൻ്റെ റീൽസ് കാണുന്നവർക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നൊരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണത്. അതിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നല്ല കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. മാതാപിതാക്കൾക്കും ഇത് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ശുശ്രൂഷകളിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ രാത്രി 9 മണിയായിരിക്കും എൻ്റെ മെസ്സേജ് എന്നത് ഞാൻ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ ഈ നാളുകളായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഒരു നന്ദി പറയാനുണ്ട്. എൻ്റെ ജൂനിയർ, എൻ്റെ സഹോദരി സിസ്റ്റർ വിനീഷ ഫ്രം ഈറോഡ്, என்னோட சகோதரி இப்பொழுது டியூட்டியில் தான் இருக்கேன். இருந்தாலும் ஸ்டார்டிங்ல இருந்து ஃபீஸ் வரையிலும் பிரியமானவர்களே, அந்த மெசேஜில் அவங்களும் என்னோடு கூட இருந்தார்கள். அவங்களுக்கும் என்னோட மனமார்ந்த நன்றி நான் தெரிவிக்காம போனால் அது சரியா வராது. எனக்கு அது மனசு ரொம்பவும் கஷ்டமாகத்தான் இருக்கிறேன். ஆனபடினாலே வினிஷா, தேங்க்யூ சோ மச். அதே போல ஈரோடுல இருந்து அருமையான சகோதரி சிஸ்டர் சாச்சிமா சிஸ்டரும் எங்களோடு கூட இருந்தது. எனக்கு மிகவும் மகிழ்ச்சி, சந்தோஷத்தை நான் പകർന്നു കൊള്ളുകയും കർത്താവ് നിങ്ങളെ അനേവരെയും ആശീർവദിപ്പാറാക. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.